പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യോശുവയുടെ പുസ്തകം 24-ാം അധ്യായം 15-ാം വാക്യം. ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. ആരാധന കുടുംബത്തിലോ അതോ ഞായറാഴ്ച സഭയിലല്ലേ നടക്കേണ്ടത് എന്ന് ചിലരുടെ ഹൃദയത്തിൽ തോന്നിയേക്കാം. ഓരോ ഭവനങ്ങളും ഓരോ ചെറിയ സഭ എന്നത്രേ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. കുടുംബനായകനും കുടുംബത്തിലെ ആത്മീക ശുശ്രൂഷകനായിരിക്കണം. ഒരു പ്രസംഗകൻ പ്രസംഗപീഠത്തിൽ എങ്ങനെയോ അതേ നിലയിലായിരിക്കണം ഒരു കുടുംബനായകൻ തൻ്റെ ഭവനത്തിൽ. മാതാപിതാക്കൾ തങ്ങളുടെ മക്കളോടുകൂടെ കുടുംബാരാധന ഇന്ന് മറന്നു കളഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടം. കുടുംബത്തിലെ ആത്മീക നിലനിൽപ്പ് അത്യന്താപേക്ഷിതമായിരിക്കുന്നത് കുടുംബ ആരാധനയിലൂടെയാണ് എന്ന് നാം മറന്നുപോകരുത്. കുടുംബ ആരാധന മൂലം കുടുംബത്തിൽ ദൈവവചനം കൂടുതൽ സ്ഥാനം ലഭിക്കുവാനിടയാകും. അത് പിൽക്കാലത്ത് കുടുംബത്തിൽ മാനസാന്തരപ്പെടാത്തവരുടെ മാനസാന്തരത്തിനും ആത്മീക ഉണർവിനും പ്രയോജനപ്പെടുവാനിടയാകും. പൗലോസ് തീമോഥെയോസിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. വിശ്വാസത്തിൽ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളെ ബാല്യം മുതൽ അറിയുകയും ചെയ്യുന്നതുകൊണ്ട് നീ പഠിച്ച് നിശ്ചയം പ്രാപിച്ചിരിക്കുന്നതിൽ നിലനിൽക്കുക. ബാല്യം മുതൽ ദൈവവചനം പഠിക്കേണ്ടതും അത് പ്രയോജനപ്പെടുത്തേണ്ടതും കുടുംബത്തിലാണ്. പത്രോസ് പറയുന്നത്, കെടുന്ന ബീജത്താലല്ല, കെടാത്തതും ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. കുടുംബാരാധന നമ്മുടെ ഭവനങ്ങളിൽ 2 നേരം നടക്കേണ്ടത് ആവശ്യമാണ്. നാം അപ്രകാരം ചെയ്യുന്നുണ്ടോ എന്ന് ഈ പകലിൽ നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യേണ്ടതും ആവശ്യമാണ്. ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്ന ഈ ലോകത്തിൽ ആധുനിക മ്ലേച്ഛ സംസ്കാരങ്ങളിൽ നിന്ന് നമുക്ക് നമ്മുടെ കുടുംബത്തെയും വീടുകളെയും വിടുതൽ പ്രാപിക്കുവാൻ വേണ്ടി കുടുംബ ആരാധന കൂടിയേ തീരൂ എന്നുള്ള കാര്യം നാം മറന്നുപോകരുത്. കുടുംബ ആരാധന മൂലം നാം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. നാം ഹല്ലേലൂയ ഗീതങ്ങൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള സമയങ്ങൾ പാഴാക്കരുത്. യോശുവ ഇപ്രകാരം പറയുന്നു, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. എങ്കിൽ വിശ്വാസികളായിരിക്കുന്ന ദൈവമക്കളായിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും കുടുംബ ആരാധനകൾക്ക് വേണ്ടിയുള്ള സമയം നമുക്ക് മാറ്റിവെക്കാം. അതിനുവേണ്ടി സമയങ്ങളെ വേർതിരിച്ച് കുടുംബ ആരാധന ക്രമമായി നടത്തുവാൻ വേണ്ടി നമുക്ക് ഉത്സാഹിക്കാം. സഭായോഗങ്ങളിൽ മാത്രമല്ല, കുടുംബങ്ങളിലും ദൈവത്തിൻ്റെ നാമം ഉയരുവാൻ തക്കവണ്ണം കർത്താവിൽ